സെയ്യിദ് പാറു സെയ്യിദ് പണ്ട് പാർവതി പിരികേറ്റി വിട്ട് ഫീൽഡ് ഔട്ട് ആക്കിയ ഒരു ഉപരി വിപ്ലവ ഫെമിനിസ്റ്റിന്റെ പുതിയ സിനിമയുടെ അവസ്ഥ കണ്ട് ചിരിക്കണമോ കരയണമോ എന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണ് സുഹൃത്തുക്കളെ. ടോക്സിക് സിനിമയെ കുറിച്ചും അതിന്റെ സംവിധായകയായിട്ടുള്ള ഗീതു മോഹൻദാസിനെയും കുറിച്ചുമാണ് ഞാൻ സംസാരിച്ചു വരുന്നത്. പണ്ട് സിനിമകളിൽ സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നതായിരുന്നു ഗീതു മോഹൻദാസിന്റെ ഏറ്റവും വലിയ പരാതി. എന്നിട്ട് ചേച്ചി ഒരു സിനിമ എടുത്ത് വെച്ചപ്പോൾ എന്താ അവസ്ഥ എന്ന് ആർക്കെങ്കിലും വല്ല പിടുത്തുണ്ടോ? ചേച്ചിന്റെ പുതിയ സിനിമയിൽ സ്ത്രീകൾ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. നായകനായിട്ടുള്ള യശിന് പ്ലക്കാൻ വേണ്ടി മാത്രം കുറെ പെണ്ണുങ്ങൾ. സിനിമയിലെ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ സംസാരിച്ചിരുന്ന ഒരാളുടെ സിനിമയിൽ തന്നെ സ്ത്രീവിരുദ്ധത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വാക്കൊന്നും പ്രവൃത്തി വേറൊന്നും. പണ്ട് മമ്മൂട്ടിന്റെ കസബ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഇവരുണ്ടാക്കിയ കോലാഹലങ്ങളൊന്നും ആരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയായിരുന്നു അന്ന് ഡയലോഗ് അടിച്ചിരുന്നത്? അന്നീ പറഞ്ഞ ഗീതു മോഹൻദാസും പാർവതിയും ഒരു പ്രസ് മീറ്റ് വിളിച്ച സംഭവം ആരും മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു. ഇനി മറന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു തരാം. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അന്നീ പറഞ്ഞ പാർവതി തിരുവോത്തും ഗീതു മോഹൻദാസും വിളിച്ച പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അന്ന് മെയിനായിട്ട് കസബ സിനിമയെ കുറിച്ച് സംസാരിച്ചത് പാർവതി തിരുവോത്താണ്. പക്ഷെ അന്ന് സെയ്യിദ് പാറു എന്നും പറഞ്ഞ് പാറുവിനെ പറയാൻ പ്രേരിപ്പിച്ചത് ആരാണ്? ഈ പറഞ്ഞ ഗീതു മോഹൻദാസും. നമുക്ക് ആദ്യം ആ ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കാം. കണ്ടോ, അന്ന് സെയ്യിദ് എന്നും പറഞ്ഞ് പാർവതിയെ സംസാരിക്കാൻ വേണ്ടി സൈഡിൽ ഇരുന്ന് പ്രേരിപ്പിച്ച ആളാണ് ഈ പറഞ്ഞ ഗീതു മോഹൻദാസ്. ഇനി എന്താണെന്ന് പാർവതി പറഞ്ഞെന്നുള്ളതൊന്ന് കണ്ടുനോക്കാം. That I unfortunately watched, and with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence, whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. Huh? Fuck you. Noka. What? Madam, pardon me for not saluting you. I'll make it up to you. And I bet you'll walk wrong for a week. So when the hero says it, it's obviously glorified. So it gives the license for many other men to do the same thing because it's also. കേട്ടല്ലോ, കസബ് സിനിമയിൽ ഈ സീന് സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുകയാണെന്നൊക്കെ അന്ന് ഡയലോഗ് അടിച്ചിരുന്ന ആളാണ് ഈ പറഞ്ഞ പാർവതി തിരുവോത്ത്. അന്ന് പാർവതി തിരുവോത്തിന് സെയ്ഡ് എന്നും പറഞ്ഞ് പറയാൻ പ്രേരിപ്പിച്ചത് ആരാണ്? ഗീതു മോഹൻദാസും. ആ ഗീതു മോഹൻദാസ് പുതിയ സിനിമ എടുത്തപ്പോഴാണെങ്കിലോ അതിൽ ഫുള്ളും സ്ത്രീവിരുദ്ധത. അതാണ്, വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും. പറയുമ്പോൾ വലിയ ഡയലോഗ് അടിക്കും, പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ മറ്റേത് സാധാരണക്കാരെയും പോലെയാണ് താനെന്ന് ഗീതു മോഹൻദാസ് തെളിയിച്ചിരിക്കുകയാണ്. ഗീതുവിന്റെ പുതിയ സിനിമയായിട്ടുള്ള ടോക്സിക്കിന്റെ ടീസറും ട്രെയിലറും ഇറങ്ങിയപ്പോൾ തന്നെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീകളെ വെറും ലൈംഗിക വസ്തുവായി ചിത്രീകരിക്കുന്നെന്നായിരുന്നു ട്രെയിലർ കണ്ട് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടിരുന്നത്. അന്ന് ഗീതു ചേച്ചി എന്ത് മറുപടി ആയിരുന്നു പറഞ്ഞിരുന്നതെന്ന് ഓർമ്മയില്ലേ? സിനിമ ഇറങ്ങട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്നായിരുന്നു അന്ന് ഗീതു മോഹൻദാസ് പറഞ്ഞത്. ടോക്സിക് റിലീസ് ആവുന്നതിന്റെ തലേ ദിവസം നടന്ന പരിപാടിയിലും ഗീതു ഇതേ വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ പ്ലേ ചെയ്യാം. ടോക്സിക് ഇറങ്ങുകയാണ്. ഇത്രയും ഒരുപാട് നമ്മളുടെ മണ്ണിൽ വന്ന നമ്മളുടെ സ്വന്തം ഗീതു മോഹൻദാസ് ആണ്. Ladies and gentlemen, നല്ലൊരു കൈയ്യടി. Can we welcome the director of one of the biggest films the country is going to see, Geetu Mohandas. Give her the loudest round of applause. I am so proud of you, Geetu. This is such a moment for us Malayalis. ഈ ഒരു ചിത്രത്തിന്റെ സംവിധായക എന്ന രീതിയിലും നാളെ തിരുവോണം ടോക്സിക് മലയാളികൾ കാണാൻ പോവാണ്. World over people are going to watch your hard work, your dedication along with this wonderful team's effort. Tell us what you're feeling right now. ഞാൻ അധികം സമയം എടുക്കില്ല, കാരണം എല്ലാവർക്കും യഷിനെയും പിയാറേയും all of them കേൾക്കണമെന്ന് എനിക്കറിയാം. എന്തായാലും എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആദ്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് സ്റ്റേറ്റ്സിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ സ്വന്തക്കാരോട് ഞാൻ എന്താ പറയാ, എനിക്ക് ആകെപ്പാട് പറയാനുള്ളത് നാളെ ടോക്സിക് ഇറങ്ങുകയാണ്. ഇത്രയും ഒരുപാട് കഷ്ടപ്പാടും എല്ലാം വെച്ചിട്ട് നടന്നൊരു സിനിമയാണ്. അപ്പൊ എല്ലാരും വരണം, കാണണം, അനുഗ്രഹിക്കണം. ഞങ്ങളൊരു ചോദ്യം ചോദിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഗീതുവിന്റെ കഴിഞ്ഞ 2 വർഷത്തെ എഫേർട്സ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എല്ലാരും ആ ടീസറും ട്രെയിലറും കണ്ടപ്പം കുറെ ആൾക്കാർക്ക് മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. യൂഷ്വലി ഗീതു മോഹൻദാസ് എന്ന് പറയുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ കുറച്ച് സ്ത്രീകളെ ഒന്ന് ഒബ്ജക്ടിഫൈ ചെയ്ത ടീസറും ട്രെയിലറും കണ്ടപ്പോ അവര് got confused. Why is our Geetu Mohandas doing this sort of film? I think you should give them all an answer right now. Well, I don't think I'm objectified, firstly. Secondly, I feel that it's very important for people to watch the film and then for the makers to talk about it. But one thing is for certain, is that I know exactly why the rage baiting is what we have done, and I have a reason for it. And I think you should all come to the theaters, watch the film, and I'm always agreeable for a conversation. And I know exactly what my politics is and who I am. But I'm very excited for everyone to start a dialogue, because I believe art has to be thought-provoking. It has to make the uncomfortable
more uncomfortable, the comfortable uncomfortable as well. So let's see how that goes. I think you brilliantly put it out. Cinema കണ്ടതിനു ശേഷം നിങ്ങളുടെ ഏതൊരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ വേണ്ടി ഗീതു റെഡിയാണ്. No matter what it is, because ഗീതുവും ഈ ടീമും ആ ഒരു സിനിമ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം they are very 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 clear about it. So no matter what you say, please watch the film. അതാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി, സിനിമ ഇറങ്ങി എല്ലാരും സിനിമ പോയി കണ്ടു, എന്നിട്ടും ആളുകളുടെ അഭിപ്രായത്തിന് മാറ്റമൊന്നുമില്ല. എല്ലാരും കൂടി സിനിമയും ചേച്ചിയും കൂടി അങ്ങോട്ട് ഊക്കി വിടുകയാണ്. ഇവിടെ ഏറ്റവും വലിയ പാരയായി മാറിയത് ഗീതുവിന്റെ പഴയ നിലപാടുകൾ തന്നെയാണ്. സിനിമ ഇറങ്ങുന്നതും പരാജയപ്പെടുന്നതും ഒക്കെ സാധാരണമാണ്. പക്ഷെ ടോക്സിക്കിന് ഇപ്പം കിട്ടുന്ന ഊക്കുണ്ടല്ലോ, അത് ഈ ഗീതു ഒരൊറ്റൊരാൾ കാരണമാണ്. ഗീതുവിന്റെ നിലപാടും ഈ സിനിമയിലെ ആശയവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ വലിയ ഡയലോഗ് അടിക്കുമ്പോൾ ഓർക്കണം, ഒരു ഡയലോഗ് അടിക്കുമ്പോൾ അത് പ്രവർത്തിച്ച് കാണിക്കാനുള്ള ആർജവം ഉണ്ടെങ്കിൽ മാത്രമേ ഡയലോഗ് അടിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ ഊക്ക് മേടിക്കേണ്ടി വരും. ഇനി ഇതൊക്കെ പോട്ടെ, സ്ത്രീവിരുദ്ധത്തെ സിനിമയിൽ കുത്തി നിറച്ചു എന്ന് വെച്ചോളൂ, എന്നാലും സാരില്ലെന്ന് വെക്കാം. എങ്കിൽ പോലും ആ സിനിമയെങ്കിലും മര്യാദക്ക് എടുത്തു വെച്ചിരുന്നെങ്കിൽ ആളുകളെല്ലാം മറന്നേനെ. ഇത് 10 പൈസക്കില്ലാത്ത ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നു. 600 കോടിയോളം ബഡ്ജറ്റ് വന്ന സിനിമയാണ് ടോക്സിക്. ഉള്ളത് പറയാനാണെങ്കിൽ അതിനുള്ള വിഷ്വൽ ക്വാളിറ്റിയും മേക്കിങ്ങും ഒക്കെ വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, കഥ വേണ്ടേ, ആ കഥക്കൊരു ഡയറക്ഷൻ വേണ്ടേ. ഇതിപ്പോ എന്താണ്, സ്ക്രീനിൽ എന്തൊക്കെയോ നടക്കുന്നു, യാശ് വരുന്നു, വെടിവെക്കുന്നു, പ്ലക്കുന്നു, പോകുന്നു, ഒരു ഇമോഷണൽ കണക്ഷൻ പോലും സിനിമ കാണുന്നവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. 3-4 വർഷം എടുത്ത് ഉണ്ടാക്കിയ സിനിമയാണെന്ന് ഓർക്കണം. മര്യാദക്ക് ഒരു കഥയെങ്കിലും എഴുതി വെക്കാമായിരുന്നു. അതിനെങ്ങനെയാണ് താൻ എഴുത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു എത്തും പിടിയും കിട്ടാത്ത എഴുത്താണെന്ന് പണ്ടൊരു ഇന്റർവ്യൂവിൽ ഗീതു മോഹൻദാസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ക്ലിപ്പ് ഒന്ന് വെക്കാം. ഞാൻ എപ്പോഴും ഒരു കഥ എഴുതുമ്പോൾ ഒരിക്കലും ഒരു തുടക്കം, ഒരു മിഡിൽ, ഒരു അവസാനം എന്നൊരു കോൺസെപ്റ്റിലല്ല തുടങ്ങുന്നത്. റൈറ്റിംഗ് എനിക്കൊരു വളരെ ഒരു ഓർഗാനിക് പ്രോസസ്സാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും എനിക്കൊരു ധാരണയില്ല. അതാണ് പ്രശ്നം. ടോക്സിക് കണ്ട ആളുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. ഈ സിനിമ ഇത് എങ്ങോട്ടാ പോകണമെന്നുള്ളത് ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ സിനിമ ഇറങ്ങട്ടെ എന്നിട്ട് സംസാരിക്കാം എന്നായിരുന്നല്ലോ ട്രെയിലർ കണ്ടവരോട് ഗീതു മോഹൻദാസ് പറഞ്ഞിരുന്നത്. ഇപ്പൊ സിനിമ ഇറങ്ങിയല്ലോ, ഇനി എന്ത് മറുപടി ആയിരിക്കും ഗീതു ചേച്ചിക്ക് പറയാനുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. WCCക്കാരൊന്നും ഈ സിനിമ കണ്ടില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ആരൊന്നും മിണ്ടുന്ന കാണുന്നില്ല. ഇനി അവരൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഫെമിനിസം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്തോ. ടോക്സിക് ആയ ഒരു പുരുഷന്റെ പ്ലക്കലുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം ജനിച്ച സ്ത്രീകൾ, ഇതായിരുന്നു ഈ അഭിനവ ഫെമിനിസ്റ്റുകൾ സ്വപ്നം കണ്ട കിനാശേരി. കഷ്ടം തന്നെ. ഇതിപ്പോ ശിലായുഗ കാലത്തെ അവസ്ഥയായി പോയല്ലോ ചേച്ചിമാരെ. എന്തായാലും നിങ്ങളൊക്കെ ഞാൻ നമിച്ചു കേട്ടോ, ഒന്നും പറയാനില്ല. പാർവതിയെങ്കിലും ഈ സിനിമയെ കുറിച്ച് ഒരു 2 വാക്ക് പറയണമെന്നാണ് എന്റെ ഒരു ഇത്. സെയ്ഡ് പാർവതി ഗീതു ചേച്ചി പറയാനില്ലാത്തത് കൊണ്ടാണോ എന്തോ പാർവതിയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്നാലും പാർവതിയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അന്ന് എജ്ജാതി സൈബർ അറ്റാക്ക് ആണ് പാർവതിക്ക് നേരിടേണ്ടി വന്നിരുന്നത്. അന്ന് കസബ സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ ആ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ ടോക്സിക് സിനിമ ഇറങ്ങി ഈ ഒരു അവസരത്തിൽ കസബ സിനിമയുടെ സംവിധായകന് വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ വെറുതെ ഇരുന്നിട്ടില്ല, മധുര പ്രതികാരം വീട്ടാനുള്ള സമയമല്ലേ. ഒരു ന്യൂസ് ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം. ടോക്സിക് സിനിമയെ ചൊല്ലി വിവാദം രൂക്ഷമാണ്. ഇന്നലെ സംവിധായക ഗീതു മോഹൻദാസിനെതിരെ വിനായകൻ പോസ്റ്റിട്ടതിന് പിന്നാലെ ഇന്ന് സംവിധായകരായ രൂപേഷ് പീതാംബരനും നിതിൻ രഞ്ജി പണിക്കരും രംഗത്ത് വന്നു. കസബ സിനിമ ഇപ്പോൾ ഗീതുവിന് ടോക്സിക് അല്ലേ എന്നായിരുന്നു രൂപേഷിന്റെ ചോദ്യം. കസബയുടെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ നിതിൻ രഞ്ജി പണിക്കർ പ്രതികരിച്ചത്. മമ്മൂട്ടിയുടെ കഥാപാത്രം സിനിമയിൽ നായികയുടെ കയ്യിൽ ചുംബിക്കുന്ന ഒരു ചിത്രമാണ് നിതിൻ പങ്കുവെച്ചത്. MS ഹരികൃഷ്ണൻ വിവരം നൽകും. ഹരി, ചിത്രത്തെ പറ്റി ഒരുപാട് മോശം റിവ്യൂ വരുന്നു, ഒപ്പം തന്നെ ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? എൽദോ, കഴിഞ്ഞ ദിവസമാണ് ടോക്സിക് തിയേറ്ററുകളിലേക്ക് എത്തിയത്. റിലീസ് ചെയ്ത പാടെ തന്നെ ഇന്ത്യ ഒട്ടാകെ തന്നെ നെഗറ്റീവ് റിവ്യൂകൾ കുമിഞ്ഞുകൂടുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആദ്യം വിനായകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ദി അൾട്ടിമേറ്റ് ഫിലിം മേക്കർ ഫ്രം WCC എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ഗീതു മോഹൻദാസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിനായകൻ ആദ്യം പോസ്റ്റിന് തിരികൊളുത്തുന്നത്. പിന്നാലെയാണ് രൂപേഷ് പീതാംബരൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഇപ്പോൾ കസബ എന്ന സിനിമ ടോക്സിക് ആയിട്ട് തോന്നുന്നുണ്ടോ, അതോ തങ്ങളുടെ ചിത്രമായ ടോക്സിക് ആണോ തനിക്ക് ടോക്സിക് ആയി തോന്നുന്നത് ഗീതു മോഹൻദാസിനോട് ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു രൂപേഷിന്റെ ചോദ്യം. എല്ലാ കണ്ണുകളും കസബയുടെ സംവിധായകനായ നിതിൻ രഞ്ജി പണിക്കർ മേലായിരുന്നു. കാരണം ഇതിനു മുന്നേ ടോക്സിക്കുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വീഡിയോകളിൽ ഇതുപോലൊരു ഒബ്സീൻ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ നിതിൻ രഞ്ജി പണിക്കർ ഗീതു മോഹൻദാസിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴാ നിതിൻ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. കസബ എന്ന ചിത്രത്തിൽ രാജൻ സക്കറിയ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരുന്നത്. അതിലെ ഒരു ചിത്രം പങ്കുവച്ചതിൽ നായികയുടെ കയ്യിൽ ചുംബിക്കുന്ന രാജൻ സക്കറിയുടെ ചിത്രം ആണ് നിതിൻ രഞ്ജി പണിക്കർ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കൂടുതൽ വിവാദങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ ഗീതു മോഹൻദാസിനെതിരെ ശക്തമായ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. വയലൻസും സെക്സും നിറഞ്ഞ ഒരു സിനിമ മാത്രമായിട്ട് ടോക്സിക് മാറുന്നു എന്നതും മറ്റു പല ഘടകങ്ങളിലേക്കും ഇതിന്റെ സ്റ്റോറി ലൈനുമായി ബന്ധപ്പെട്ട് ഒന്നും പോകുന്നില്ല. യാഷിന്റെ 4.5 വർഷത്തെ സിനിമാ ജീവിതം ടോക്സിക്കുമായി ബന്ധപ്പെട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു തുടങ്ങി നിരവധി വിമർശനങ്ങൾ ഗീതു മോഹൻദാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ 2017 സംഭവിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കസബ എന്ന സിനിമയ്ക്കെതിരെ സെയ്റ്റ് എന്ന് ഗീതു മോഹൻദാസ് പാർവതിയോട് പറഞ്ഞ വാചകങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 24 മണിക്കൂറിടെ വലിയ രീതിയിൽ ചർച്ചയായി മാറുന്ന കാഴ്ച. അതുകൊണ്ടാണ് ഗീതു മോഹൻദാസ് ഇപ്പോൾ ഫെമിനിസത്തിന് ഒപ്പം തന്നെ നിൽക്കുന്ന ഗീതു മോഹൻദാസ് എന്തുകൊണ്ട് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു സിനിമ തന്നെ സൃഷ്ടിച്ചു എന്ന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ
മീഡിയയിൽ വൈറലാവുന്നു. അതോടൊപ്പം തന്നെയാണ് കസബ സിനിമയ്ക്കെതിരെ അന്ന് സംസാരിച്ചത് എന്തുകൊണ്ട് ടോക്സിക്കിൽ തങ്ങൾ ചെയ്യുന്ന സിനിമയിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും പാലിക്കുന്നില്ല, എന്തുകൊണ്ട് അതിനേക്കാൾ വലിയ രീതിയിലേക്ക് ഈ ചിത്രത്തിൽ ഉൾപ്പെടെ വിവാദങ്ങൾ നീങ്ങുന്നു എന്നുള്ളതും കൂടിയാണ് സിനിമാ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്ന ഒരു കാര്യം. ഇപ്പോഴും WCC മൗനമാണ്. ഒരു തരത്തിലും WCC അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒന്നും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഗീതു മോഹൻദാസിനെ പോലെ ഒരു വ്യക്തി WCCയിലെ ആക്റ്റീവ് മെമ്പർ എന്തുകൊണ്ട് ബാക്കിയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് സിനിമാ മേഖലയിൽ നിന്ന് രൂപേഷ് പീതാംബരനും കസബയുടെ സംവിധായകൻ തന്നെയാണ് നിതിൻ രഞ്ജി പണിക്കർ, നിതിന്റെ പോസ്റ്റും കസബയുടെ നിർമ്മാതാവായ ജോബി ജോർജ് നേരത്തെ ഒരു വാട്സാപ്പ് സ്റ്റേറ്റസിലൂടെയും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയും ഒരു മറുപടി പറഞ്ഞിരുന്നു. ഇതുപോലെ വിനായകന്റെ പോസ്റ്റ് വന്നിരിക്കുന്നു. ഇതുപോലെ ഗീതുവിന്റെ സിനിമയായ ടോക്സിക്കിനെതിരെ ഇതുപോലുള്ള വിവാദങ്ങൾ കൂടുതൽ ശക്തമാവുന്ന കാഴ്ച. നിതിന്റെ പോസ്റ്റ് സ്വാഭാവികമായിട്ടും കൂടുതൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്യും. റൈറ്റ്, ടോക്സിക്കിൽ വലിയ വിവാദമാണ് തിരിയുന്നത്. ഇനി എന്താണ് പ്രതികരണം എന്നൊക്കെ കാത്തിരിക്കാം. WCCയുടെ ഒരു റിയാക്ഷൻ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം. അതാണ്. ഇനി ഗീതു മോഹൻദാസിനെതിരെ കസബയുടെ സംവിധായകനായിട്ടുള്ള രൂപേഷ് പീതാംബരൻ ഇട്ട പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡിയർ ഗീതു മോഹൻദാസ്, ഈസ് ദിസ് സീൻ ടോക്സിക് ഫോർ യു നൗ ഓർ ഈസ് ടോക്സിക് ദ റിയൽ ടോക്സിക്? പാർവതി തിരുവോത്ത്, റീമ കല്ലിങ്ങൽ, WCC, മമ്മൂട്ടിക്ക, ഈ കുട്ടികളാരും നിങ്ങളുടെ 1981 തൊട്ട് 2016 വരെയുള്ള പടങ്ങൾ കണ്ടിട്ടില്ല. അതാണ് കർമ്മ ഈസ് റിയൽ ആൻഡ് വി ലവ് യു മമ്മൂക്ക. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും പാവണ്ട് ഗീതു ചേച്ചി. വരുന്നവരും പോകുന്നവരും ഒക്കെ ഊക്കി വിടുന്ന അവസ്ഥയായി. ഇതെല്ലാം എന്തുകൊണ്ടാണ്? പണ്ട് വലിയ ഡയലോഗ് അടിച്ചത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആളുകളുടെ ഇടയിൽ മെയിൻ ആവാൻ വേണ്ടി എടുത്താ പൊങ്ങാത്ത ഡയലോഗ് അടിക്കുന്നവരൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും പണി കിട്ടും. നിങ്ങളുടെ വാക്കുകൾ തന്നെ നിങ്ങളെ തിരിഞ്ഞു കൊത്തും. ഇപ്പൊ ഗീതു ചേച്ചീനെ കൊത്തിയില്ലേ, അതുപോലെ ഇവർക്ക് എന്തോ വലിയ സംഭവമാണെന്നായിരുന്നു ഇവരുടെയൊക്കെ വിചാരം. പൊതുജന മധ്യത്തിൽ വരുമ്പോൾ വലിയ നിലപാടും കോപ്പും പറഞ്ഞ് വലിയ സംഭവമാക്കും. എന്നാലോ സ്വന്തം കാര്യം വരുമ്പോൾ എന്ത് വൃത്തികേട് കാണിക്കാനും ഇവർക്കൊരു മടിയും ഉണ്ടാവില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇരട്ടത്താപ്പ്. അതിനുള്ള അടിയാണ് ഇപ്പൊ ഗീതു ചേച്ചിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. WCCക്കാർക്കും മറ്റു ഉപരി വിപ്ലവ ഫെമിനിസ്റ്റുകൾക്കും എന്താണ് പറയാനുള്ളത് എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. അവരെന്തെങ്കിലും പറയുന്നു നോക്കാം. പറഞ്ഞാൽ സീനൊന്നും കൊടുക്കും, കണ്ടു തന്നെ അറിയാം. ഇനി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പണ്ട് കസബ സിനിമ ഇറങ്ങിയ സമയത്ത് പാർവതി തിരുവോത്ത് ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പാർവതി പറഞ്ഞ കാര്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. വരുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീഴുന്നത് എഴുത്തുകാരനും സംവിധായകന്റെയും മേത്താണ്. അവരാണ് സിനിമ എഴുതുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുക എന്നുള്ളതല്ല. ഞാൻ ചെയ്തത് ഒരു സെൻസ് ഓഫ് പവറിലേക്ക് വരികയാണെങ്കിൽ, എഫക്ട് ഓൺ ദി ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ, യു ഓൾസോ വിത്ത് quoting Spider-Man, you with great power comes great responsibility, is the fact that ഒരു ചെറിയ റിഫ്ലക്ഷൻ നമ്മൾ നടത്തണം. ദാറ്റ് ഇപ്പൊ ഞാനൊരു ഡയലോഗ് പറയുന്നതിന് മുമ്പേ ഒരു 10 ഡിഫറെന്റ് വേയിൽ ഞാൻ ആലോചിക്കും. ഇതിനെ വിഷ്വൽ ഗ്രാമറിൽ കാണിക്കുമ്പോൾ അതിന് വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ വരാം. അത് ചിലപ്പം ഞാൻ പറയുന്ന വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് ആയിരിക്കാം. ആ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് റിഗ്രസീവ് ആണെന്ന് തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന വിഷ്വൽ ഗ്രാമർ നമുക്ക് വേണം. ബട്ട് റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗിനെ സൂപ്പർ ആണ്, ഇതാണ് ശരി എന്നുള്ള വിഷ്വൽ ഗ്രാമറിലേക്ക് വന്നാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന അതെ, അതേപോലെ തെറ്റായ മെസ്സേജാണ് ചേച്ചി നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഗീതു മോഹൻദാസ് പുതിയ സിനിമയിൽ എടുത്തു വെച്ചേക്കുന്നത്. ആ സിനിമയിൽ ഫുൾ തെറ്റായ മെസ്സേജാണ്. സ്ത്രീകളെ ഫുൾ പ്ലക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇനി എന്താണാവോ പാർവതി ചേച്ചിക്ക് പറയാനുള്ളത്? ഇനി ഇതുപോലെ ഒരു പ്രസ് മീറ്റ് പാർവതി ചേച്ചി വിളിക്കോ? ഹേയ്, എവിടെയല്ലേ? വിളിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഗീതു ചേച്ചി പാർവതി ചേച്ചിയുടെ സ്വന്തം സുഹൃത്തല്ലേ. ഒരു സുഹൃത്തിനെതിരെയൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ അല്ലെ? എന്തായാലും കൊള്ളാം. ഈ വിഷയത്തിൽ ഇനി പാർവതി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്ന കാര്യം. കണ്ടു തന്നെ അറിയാം എന്ത് പറയുന്നുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.